ഹായ്, ഞാൻ ഡോക്ടർ ശ്രീവിദ്യ, മൈൻഡ് പവർ കോച്ച്. ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരുപാട് പേർക്ക് എന്നെ അറിയാം. ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം. കുറേ പേര് ഓൾറെഡി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ആൾക്കാർ കൂടുതലും ഡിപ്രഷൻ സ്റ്റേജിലുള്ളവരാണ്. അതുപോലെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്നവരാണ്. ഇനി അങ്ങോട്ട് എന്താണ് എൻ്റെ ലൈഫ് ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ഓവർ തിങ്ക് ചെയ്ത് ലൈഫ് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണ്. മെയിലും ഫീമെയിലും 2 കാറ്റഗറിയിലുള്ള ആൾക്കാരും വരാറുണ്ട്. അങ്ങനെ കൂടുതൽ ഫീമെയിൽസ് വരുന്നു എന്നൊന്നുമില്ല. ഇപ്പോൾ കൂടുതലും ലാസ്റ്റ് മന്ത് ക്ലാസ്സിൽ കൂടുതലും ജെൻസ് തന്നെയായിരുന്നു ഉണ്ടായത്. കാരണം ഞാൻ കൂടുതൽ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ്ങും ടെൻഷനും ഉള്ളത് ജെൻസിനാണ്. ഫീമെയിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത്. കാരണം അവർ എപ്പോഴും ഓവർ എക്സ്പ്രസീവ് ആണ്. പക്ഷെ ജെൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരെല്ലാ വിഷമങ്ങളും ഉള്ളിൽ സപ്രസ് ചെയ്തിട്ട് ആരോടും പറയാതെ പിന്നെ അത് ഡിപ്രഷനിലോട്ട് വരികയാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. എബവ് 30 years ഒക്കെ കൂടുതൽ അവർക്ക് ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അവരെ പുറകോട്ട് വലിക്കുന്നു. അത് ഉറപ്പായിട്ടും നമുക്ക് മുന്നേ ഉണ്ടായ ട്രോമ തന്നെയാണ്. ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമയാവാം. ചൈൽഡ്ഹുഡ് തന്നെ ട്രോമ വരാൻ ചൈൽഡ്ഹുഡിൽ തന്നെ റീസൺ ഉണ്ടാവണമെന്നില്ല. നമുക്ക് തൊട്ടിപ്പോൾ 1 year ബാക്ക് 2 year ബാക്ക് ഉണ്ടായ ഇൻസിഡൻ്റ് ആവാം അവരെ ആ ട്രോമയിലോട്ട് എത്തിച്ചത്. എന്തായാലും ആ ട്രോമ കാരണമാണ് അവർ ഓവർ തിങ്ക് ചെയ്യുന്നത്, ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഓവർ തിങ്കിങ്ങിനെ പറ്റി തന്നെയാണ്. കാരണം ഞാൻ മുന്നേ ഇട്ട ഒരു വീഡിയോയിൽ കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജെൻസ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഓവർ തിങ്കിങ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കണ്ടാൽ അറിയാം ഏതവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന അവരിലേക്ക് അവരെത്തിയത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 year കൊണ്ടോ 5 years കൊണ്ടല്ല അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. ജസ്റ്റ് 1 month കൊണ്ടാണ്. ഇത് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 1 month കൊണ്ടൊക്കെ ഒരാൾക്ക് ഇത്രയും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതിന് അതിൻ്റെതായ പ്രാക്ടീസസ് വേണം. വെറുതെ നമ്മൾ ക്ലാസ് കണ്ടിരുന്നാൽ അല്ലെങ്കിൽ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ചേഞ്ച് ഉണ്ടാവില്ല. ഓൾറെഡി ചേഞ്ച് ആയ ആൾക്കാരായിരിക്കും വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ലൈഫിൽ വന്ന ആ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റോറി ആയിരിക്കും അവർ ബുക്കിലൂടെ പറഞ്ഞു തരുന്നുണ്ടാവുക. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പററി മോട്ടിവേഷൻ ഉണ്ടാവും എന്നല്ലാതെ നമ്മളതൊരു ഹാബിറ്റാക്കി മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റിച്വലാക്കി മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു യൂസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഓവർ തിങ്കിങ്ങിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കാണ് ഈ ഒരു ഉത്തരം. തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. 1-2 ദിവസം കൊണ്ടല്ല. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ ഞാൻ എല്ലാവരോടും മിനിമം പറയുന്നത് 21 days ആണ്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും മൈൻഡ് ഒരുപോലെയാണ്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൈൻഡിന് ഒരു ന്യൂറൽ പാത്വേ ഡെവലപ്പ് ആവാനുള്ള ടൈമാണ് 21 ദിവസം. അതായത് ഞാൻ തരുന്ന ചെറിയ ചെറിയ റിച്വൽസ്, മോർണിംഗ് ആൻഡ് നൈറ്റ് റിച്വൽസ് ഉണ്ട്. അത് കറക്റ്റ് 21 days ഫോളോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യാൻ പറ്റും. മെൻ്റൽ ക്ലാരിറ്റി കിട്ടും, ഫോക്കസ് കിട്ടും, കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. അതോടെ ഓവർ തിങ്കിങ് നല്ല രീതിയിൽ റെഡ്യൂസ് ആവും. നമുക്ക് ഓവറായിട്ട് തോട്ട്സ് വരാനുള്ള കാരണം പാസ്റ്റിലുണ്ടായ ഓരോ ഇൻസിഡൻസ് നമ്മളെ മൈൻഡിൽ രജിസ്റ്റർ ആയതുകൊണ്ടും അതിൻ്റെ എവിഡൻസ് അവിടെ ഉള്ളത് കൊണ്ടുമാണ്. ഇപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഒരു ശരാശരി മനുഷ്യന് 60,000 to 80,000 തോട്ട്സ് വരെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതിൽ 95% നെഗറ്റീവ് തോട്ട്സ് ആണ്. 5% മാത്രമേ പോസിറ്റീവ് തോട്ട്സ് ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് 100% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ടാവും. അവർക്ക് ഇപ്പം ആൾക്കാർ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിച്ചുകൂടെ എന്നൊക്കെ ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ കോച്ചിങ് ആവശ്യമുള്ളത്. ഒരു മൈൻഡ് പവർ ട്രെയിനറിൻ്റെ അല്ലെങ്കിൽ ഒരു കോച്ചിൻ്റെ സഹായം അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഇത്രയും തോട്ട്സ് നമുക്ക് ഒരു ദിവസം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ 90% റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് തന്നെയാണ് വരുന്നത്. ഒരേ പാറ്റേണിൽ. അതാണ് തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത്.
അതായത് നമുക്ക് പണ്ട് ചിലവർ പാസ്റ്റിലെ സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്, ചിലവർ ഫ്യൂച്ചറിലെ ആങ്സൈറ്റിയിലാണ് ജീവിക്കുന്നത്. എന്തായാലും ഓവർ തിങ്കിങ് ആണ് അതിൻ്റെ ഓവർ തിങ്കിങ് കാരണമാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന സമയത്ത്, എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളെ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആവുമെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സൈഡ് പറയുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് മനസ്സിൻ്റെ മറ്റൊരു ഭാഗം പറയും ഇല്ല, നീ സക്സസ് ആവാനൊന്നും പോകുന്നില്ല, കാരണം നീ മുന്നേ ചെയ്തതൊന്നും എല്ലാം പാതി വെച്ച് ഉപേക്ഷിച്ചില്ലേ, അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും, വലിയ സക്സസ്സിലേക്കൊന്നും നിന്നെ എത്തിക്കില്ല എന്ന് കൗണ്ടർ തോട്ട് തരും മൈൻഡ് തന്നെ. അപ്പം നമ്മളെ ഉള്ളിൽ ഏഞ്ചലും ചെകുത്താനും നമ്മൾ തന്നെയാണ് നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. നമ്മളെ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ് നമ്മളെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ലോ തിങ്കിങ് ലെവലിലോട്ട്, നെഗറ്റീവ് വേർഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൻ്റെ കീ നമ്മളുടെ കയ്യിൽ എപ്പോഴും വേണം. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് നമ്മളുടേതായ രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ് വേണം, നമ്മളുടേതായ രീതിയിലുള്ള ഐഡൻറ്റിറ്റി വേണം, നമ്മളുടേതായ രീതിയിലുള്ള തിങ്കിങ് പാറ്റേൺ വേണം. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ, അത് നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്, നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതുവരെ ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കുക, അതായത് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഓവർ ടെൻഷൻ അടിക്കാതെ പ്രസൻറ്റിൽ ജീവിക്കുക. ഇപ്പം ഇത് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ പല പല സിറ്റുവേഷനിലായിരിക്കും ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇവർക്കിത് പറയാം, ഇവർ ഓൾറെഡി സക്സസ് ആയല്ലോ. പക്ഷെ ഒരാൾ സക്സസ് ആവുന്നത് ഒരു രാത്രി കൊണ്ടല്ല, ഒരാൾ സക്സസ് ആവുന്നത് ഒരു ദിവസം കൊണ്ടല്ല, കുറേ കാലം അവർ അതിന് പുറകെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ആ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ തിങ്കിങ് പാറ്റേൺ എപ്പോഴാണോ ബ്രേക്ക് ചെയ്തത് അപ്പോഴാണ് എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മൈൻഡ് മാസ്റ്ററി വർക്ക്ഷോപ്പ് പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ കൗൺസിലിംഗ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോറി കേട്ടത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അതൊരു സോഡാ ബോട്ടിൽ പോലെയാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സോഡാ ബോട്ടിൽ പോലെയാണ്. നമ്മളൊരു സോഡാ ബോട്ടിൽ പൊട്ടിച്ച് കഴിയുമ്പോൾ സോഡ അപ്പോൾ കുറച്ച് നേരത്തേക്ക് പോപ്പപ്പ് ആവും, അത് അതുപോലെ താഴും അല്ലേ. പിറ്റേ ദിവസം നമ്മൾ പഴയ പോലെ തന്നെയാവും. പിന്നെ വീണ്ടും ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്, പിന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, വീണ്ടും പഴയ പോലെയാവും. അപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ളത് എനിക്ക് റിസൾട്ട് വേണം. കാരണം എനിക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ല നിങ്ങളുടെ കിട്ടേണ്ടത്, എനിക്ക് ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. നിങ്ങളിൽ ഇപ്പോൾ ഉള്ള ഐഡൻറ്റിറ്റിയിൽ നിന്നും വേറൊരു ഐഡൻറ്റിറ്റിയിലോട്ട് നിങ്ങൾക്ക് എത്തണം. അപ്പം കുറേ പേര് പറഞ്ഞു വരാറുണ്ട് എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് കാറ് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് വീട് മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ലൈഫ് പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ ഓക്കെ ആക്കിയിട്ടല്ലേ മാനിഫെസ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഈ മാനിഫെസ്റ്റേഷനിലേക്കുള്ള ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു റോഡ് ക്ലിയർ ആക്കണം ആദ്യം. അത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന ലൈഫ് പാർട്ട്ണറെ കിട്ടുള്ളൂ, ആഗ്രഹിക്കുന്ന ജോലി കിട്ടുള്ളൂ, ആഗ്രഹിക്കുന്ന ബിസിനസ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽത്തിലോട്ട് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെൻ്റൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. മൈൻഡിലുള്ള വേസ്റ്റ് ഒക്കെ ഇറക്കി വെച്ച് നമ്മളൊരു ഗാർബേജ് ബാഗുമായിട്ട് എത്ര നാൾ നടക്കും, ഇമോഷണൽ ബാഗേജ് കൊണ്ട് നമ്മൾ എത്ര നാൾ നടക്കും. ഈ ഇമോഷണൽ ബാഗേജ് കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ബോഡി പെയിനൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്രയും നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ബോഡി പെയിൻ വരുന്നത്, അതുപോലെ മസിൽ പെയിൻ വരുന്നത്, ഹെഡ് ഏക്ക് വരുന്നത്, മൈഗ്രെയിൻ വരുന്നത്. ക്ലാസ്സിൽ വരുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ബാക്ക് പെയിൻ ആവുന്നു മാം, എനിക്ക് ഒരു 10 വർഷമായി മൈഗ്രെയിൻ തുടങ്ങിയിട്ട്. ക്ലാസ്സിൽ വന്നിട്ട് ഓരോ പ്രാക്ടീസിലൂടെ അവർ തന്നെ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കഴിവ് ഒന്നൊന്നുമല്ല, എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രാക്ടീസസ് ആണോ ചെയ്തിരിക്കുന്നത് ആ സെയിം പ്രാക്ടീസാണ് ക്ലാസ്സിലൂടെയും ഞാൻ നൽകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോരുത്തരും ബിഗ് സീറോയിൽ നിന്ന് ലൈക്ക് സ്ക്രാച്ചിൽ നിന്നാണ് ക്ലാസ്സിലോട്ട് വരുന്നത്. പിന്നെ അവർ നല്ല ഹെൽത്തിലോട്ട് എത്തുന്നു. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും ഫിസിക്കൽ ഹെൽത്ത് അല്ല, ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്താണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ ഇമോഷണലി മെൻ്റലി ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഒബ്വിയസ്ലി ഓക്കെ ആയിരിക്കും. അപ്പോൾ അവർ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഔട്ട് ഓഫ് 10 0 ഉള്ള ആൾക്കാരുണ്ട്. ഹെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും മണി ഏരിയയിലാണെങ്കിലും. അപ്പോൾ 0ൽ നിന്ന് അവർ 5-ലെത്തുന്നു, പിന്നെ 7-ലെത്തുന്നു, 9-ലെത്തുന്നു, 10 ഔട്ട് ഓഫ് 10-ലോട്ട് എത്തുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസും
ഈ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് കൂടുതലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഈ ഓവർ തിങ്കേഴ്സ് അവരുടെ അവർ എക്സ്ട്രീം വേർഷനാണ് ഓരോ പ്രശ്നത്തിനും ഓരോ പ്രോബ്ലം വരുമ്പോഴും അതിനെ വീണ്ടും വീണ്ടും തിങ്ക് ചെയ്ത് അതിന്റെ വേർസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അവർക്ക് എന്ത് പറ്റുന്ന വിചാരിച്ചാൽ കരിയറിൽ വലിയ ഫോക്കസ് ഉണ്ടാവില്ല. ജോലി ഇങ്ങനെ ഓട്ടോ പൈലറ്റ് പോലെ ചെയ്യുന്നു എന്നല്ലാതെ അതിലൊരു പ്രൊഡക്റ്റീവായിട്ട് അതിൽ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവർ ഓഫീസ് വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ലൈഫ് പാർട്ട്ണറെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരു ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരിക്കും, ഫോൺ നോക്കിയിരിക്കുകയാണ് ചെയ്യുക. കുട്ടികളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റില്ല, അവർ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണം, ഇതൊന്നും അവരെ ബ്ലെയിം ചെയ്യാനോ അല്ലെ അവരുടെ തെറ്റുമല്ല. ഇത് അവരുടെ പാസ്റ്റിലുണ്ടായ ട്രോമ തന്നെയാണ്. ആ ട്രോമ ഹീൽ ചെയ്യാൻ എന്നുള്ള ഇതിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് ഉണ്ടാവുക. ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, എപ്പോഴും ഒരു അൺഹാപ്പിനെസ് ആയിരിക്കും, മൂഡ് ഓഫ് ആയിരിക്കും. ഈ ഓവർ തിങ്കേഴ്സിന് വേറെ ഉള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഉറക്കം റെഡി ആവില്ല, ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പം പുരുഷന്മാരുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അവർ കരിയറിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകളെക്കാളും. സ്ത്രീകൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും. ഞാൻ എല്ലാവരും അല്ല, ഒരു 50-50. ചില പുരുഷന്മാർ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും, കരിയറിൽ അത്ര ഗ്രോത്ത് ഉണ്ടാവില്ല, വൈസ് വേഴ്സ. അപ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ഓവർ തിങ്കിങ് കാരണം നമുക്ക് കരിയറിൽ ഫോക്കസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് എൻഡ് റിസൾട്ട് എപ്പോഴും നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും വരിക. നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. നമുക്ക് പിന്നെ എപ്പോഴും ഒരു സങ്കടം, ഒരു ഫേസ് തന്നെ എപ്പോഴും സങ്കടം പോലെ ആയിരിക്കും. സ്മൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഉന്മേഷക്കുറവുണ്ട്, എനർജി കുറവുണ്ടാവും എപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കും, ആങ്സൈറ്റി ഉണ്ടാവും നമുക്ക്. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആലോചിക്കും. അയ്യോ ഇനിയിപ്പോൾ എനിക്ക് ലോൺ ക്ലോസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ആ രീതിയിൽ ചിന്തിച്ച് നമുക്ക് പിന്നെ വരുന്നത് മണി ലോസ് ആണ്. നമ്മൾ എപ്പോൾ നെഗറ്റീവ് ഇമോഷനിലോട്ട് പോകുന്നു അപ്പം നമുക്ക് മണി ലോസ് സംഭവിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് ആണ്, പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഇതിൽ ഏറ്റവും വലിയ മിറാക്കിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതിലും മോശമായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്നത്. അപ്പം അവരൊക്കെ 100% മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം നമുക്ക് കുറച്ച് ശീലങ്ങൾ ഉണ്ടാവും അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. അപ്പം ഇങ്ങനെ ഒരു റുട്ടീൻ അല്ലാതെ നമ്മൾ റുട്ടീനിൽ കുറച്ച് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 21 ദിവസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ചേഞ്ചും ഇല്ലാതെ 1 മാസം, 6 മാസം, 1 വർഷം, 10 വർഷം ഇതേ രീതിയിൽ പോകേണ്ടി വരും. അവസാനം നമ്മൾ ഉണ്ടാക്കുന്ന എമൗണ്ട് ഒക്കെ ചിലവാക്കുക ഹോസ്പിറ്റലിലായിരിക്കും. കാരണം നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ BP കൂടുന്നു. അങ്ങനെ നമുക്ക് ഹെൽത്ത് വളരെ വീക്കാവുന്നു. പിന്നെ നമുക്ക് ഫാമിലിയുമായിട്ട് അറ്റാച്ച്മെന്റ് ആ സമയത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ലവ് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഫാമിലി പ്രോബ്ലംസ് കൂടി വരുന്നു. അങ്ങനെ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാവുന്നു, മൊത്തത്തിൽ സമാധാനക്കേടാവുന്നു. അത് ഹെൽത്തിനെയും ബാധിക്കുന്നു, മണി ലോസും സംഭവിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊളാപ്സ് ആവുന്ന അവസ്ഥയിലോട്ട് വരും. അത് നിങ്ങൾ ഇപ്പം ചിന്തിക്കുക, ഇപ്പം ഈ ഒരു നിമിഷം നിങ്ങൾ തീരുമാനം മാറ്റണോ അതോ ഒരു 5 വർഷം 10 വർഷം ഇതേ രീതിയിൽ തുടരണോ എന്ന് ആലോചിക്കുക. ഇപ്പോൾ ഓവർ തിങ്കേഴ്സ് തീർച്ചയായിട്ടും ക്ലാസ്സിലേക്ക് വരിക. ഞാൻ തരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 24 മണിക്കൂറിൽ പിന്നെ പകുതി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ചെറിയൊരു ഭാഗം, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. മാത്രമേ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും, കഷ്ടപ്പെട്ടിട്ടല്ല, ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് തന്നെയാണ്. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റും, നിങ്ങളുടെ ട്രൂ സെൽഫിനെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈഫിൽ നേടേണ്ടത്, കുറേ കാര്യങ്ങൾ നേടാനുണ്ട്, അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് റൈറ്റ് വേ, നിങ്ങൾക്ക് പോകേണ്ട ആ കറക്റ്റായിട്ടുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതോടെ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹീലാവും.
വൈഫിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ പറ്റും, കുട്ടികളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓഫീസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഡെയിലി. ഈ പ്രാക്ടീസ് കൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ആ ഒരു എനർജി പിന്നെ നൈറ്റ് വരെ, രാത്രി വരെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അതോടെ നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും, നല്ല പ്രോഫിറ്റ് വരാൻ തുടങ്ങും. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ കണക്ഷൻസ് കൂടുതൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ രീതിയിലും ഓവറോൾ നിങ്ങളുടെ ഹെൽത്തും ഇമ്പ്രൂവ് ആവും. നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നു. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോമോർഫിൻ, ഇതാണ് 4 ഹാപ്പി ഹോർമോൺസ്. നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആയാൽ തന്നെ നമ്മുടെ ബോഡി ലിറ്ററലി ക്ലെൻസിങ് നടക്കും. അവിടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂടും. പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും. അവിടെയുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന പല കെമിക്കൽസും സപ്രസ് ആവും. അതോടെ തന്നെ ബോഡി പെയിനും നന്നായിട്ട് റെഡ്യൂസ് ആവും. എൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പിന്നെ ഇവിടെ പെയിൻ ഉള്ള, അതായത് ഷോൾഡർ പെയിൻ ഉള്ള, സ്പോണ്ടൈലോസിസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിലുള്ള ഗ്രഡ്ജ്, ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ കൊണ്ട് നടക്കുന്നവർക്കാണ് സ്പോണ്ടൈലോസിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇതൊന്നും ആർക്കും അറിയില്ല, ആരും എവിടെയും പറഞ്ഞു കൊടുക്കാറുമില്ല. നമ്മൾ അതിന് ഒരുപാട് മരുന്നുകൾ, മെഡിസിൻസ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കും. അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്ന മെഡിറ്റേഷൻ ആണെങ്കിലും പല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചിട്ടും എല്ലാ രീതിയിലും. ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ശരിക്കും ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ലൈഫിൽ തന്നെ 10 ടൈംസ് അല്ലെങ്കിൽ ഒരു 20 ടൈംസ് റിട്ടേൺ ആണ് നിങ്ങൾക്ക് കിട്ടുക എല്ലാ രീതിയിലും. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ ആൻഡ് മണി. അപ്പോൾ ഓവർ തിങ്കേഴ്സ് കമൻ്റ് ഇട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും. താങ്ക് യു.